അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു ബിസിനസ്സുകാരന് ഭയങ്കര തിരക്കായിരുന്നു അയാൾക്ക്. അപ്പോൾ ആദ്യ കാലത്തൊക്കെ അയാൾ എന്ത് ചെയ്യില്ല, വീട്ടിൽ നിൽക്കാൻ തന്നെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ എല്ലാം സെറ്റപ്പായി, സ്ഥാപനങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടം പോലെ പണിക്കാരായി. അപ്പോൾ അദ്ദേഹം ഫുൾ ഫ്രീ ആയി. അപ്പോൾ അദ്ദേഹം അധിക സമയം വീട്ടിലുണ്ടാവും. അപ്പോൾ വീട്ടിലിങ്ങനെ കുറച്ചധികം നിൽക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നലിങ്ങനെ എന്താണ്, ഭാര്യയ്ക്ക് എന്നോടൊരു ചെറിയ ഒരു ബഹുമാനമില്ലായ്മ ഉണ്ടോ എന്നാണ്. എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കില്ല. പണ്ടൊക്കെ ഞാൻ ചെന്നാൽ എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. ചായ തരും, വെള്ളം തരും, എവിടെയും ചോദിക്കും. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് തരും. എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇപ്പം എന്താ വെച്ചാൽ എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കുക എന്നല്ലാതെ ഞാനൊരു ഫുഡ് ചോദിച്ചാൽ അതിനൊരു മറുപടി ഇല്ല. ഒരു ചായ ചോദിച്ചാൽ അത് സമയത്ത് കിട്ടൂല. അപ്പോൾ എന്താണിത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അയാൾക്ക്. ഞാൻ കൂടുതൽ അവരോട് ഇടപഴകാനൊക്കെ വീട്ടിൽ നിന്നപ്പോഴാണല്ലോ കൂടുതൽ ബഹുമാനവും താല്പര്യവും ഇല്ലാതായി മാറിയതെന്ന്. ഇത് വലിയൊരു പാഠം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാവരും ബോധവാന്മാരാകേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും നമ്മളെന്താ വെച്ചാൽ നമ്മൾ പുരുഷന്മാരാണ്, ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വേണം. പക്ഷെ നമ്മൾ നിശ്ചിത സമയം എന്താണൊരു എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലായിട്ട് നമ്മൾ പുറത്ത് പോകുന്നതും ഒരു കൃത്യസമയത്ത് നമ്മൾ പോയി നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ച് വരാനുള്ള ഒരു വഴി നമ്മൾ കാണണം. ചിലപ്പോൾ ഈ പെൻഷനൊക്കെ ആയ ആൾക്കാരെന്ത് ചെയ്യും, പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അങ്ങനെ കൂടും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമുക്ക് മാനസികമായി നമുക്കൊരു ഉല്ലാസം കിട്ടാനും നമുക്ക് വീട്ടിലൊരു വില ഉണ്ടാവാനും നമ്മൾ പോവുക വരിക, നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി ചെയ്യുക, ജോലി ചെയ്യുക എന്നുള്ള ഒരു പരിപാടി നമ്മൾ പൂർണ്ണമായും പോകാൻ പാടില്ല. അത് വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായത്. പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വീട്ടിലിങ്ങനെ ഒരു ചടഞ്ഞുകൂടി ഒരു ഉപകാരമില്ലാത്ത മനുഷ്യനായി തീരുന്നൊരവസ്ഥ ഉണ്ടായാൽ നമുക്കൊരു വില ഉണ്ടാവില്ല. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ എങ്ങനെ അറിയും, കുറേ മരുമക്കൾ വന്ന് നമുക്ക് കുറച്ചൊരു മുട്ടുവേദനയും കാലുവേദനയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ പിന്നെ അങ്ങോട്ട് മാറും. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ കസേരയിട്ട് ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ഖുർആൻ ഓതുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ അപ്പുറത്ത് കൂർന്ന് പോയിരിക്കുക എന്നല്ലാതെ അവരെന്ത് ചെയ്യില്ല, ആ അടുക്കളൻ്റെ ഭാഗത്തേക്ക് ചെല്ലില്ല. ഒരു ഉപ്പേരി അറിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടി കളിക്കുന്ന സമയത്ത് ആ കുട്ടീനെ ഒന്ന് തൽക്കാലം നോക്കി നിൽക്കാനോ നമ്മളെ കൊണ്ട് കഴിയുന്ന കുറേ ജോലികൾ ഉണ്ടാവുമല്ലോ, അതിന് അവർ വിട്ടു നിൽക്കും. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. വീട്ടിൽ നിങ്ങൾ എത്ര തന്നെ പ്രയാസങ്ങളുള്ള ആളാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, ചെയ്യാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെക്കൊണ്ടൊരു ഉപകാരവുമില്ല എന്ന് അവർക്ക് തോന്നുകയും എന്നെക്കൊണ്ടൊരു ഉപകാരമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവർക്കൊരു ഭാരമാകുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഇത് രണ്ടും അപകടമുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ എന്താ പറയുക, ഒരാളെ കൊണ്ടൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ ആ സാന്നിധ്യത്തിനൊരു വില ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് പ്രായമായിട്ടും നിങ്ങൾ രാവിലെ എന്ത് ചെയ്യും, ഒന്ന് അടുക്കളയിൽ കയറും, അവിടുത്തെ പാചകത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളില്ലാത്തൊരു ദിവസം, നിങ്ങൾ ആശുപത്രിയിലാണ് ദിവസം, നിങ്ങൾ യാത്ര പോയ ദിവസം, ഇന്നിപ്പോൾ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ജോലിയൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ ആ ഉപ്പേരിക്കരിയിലൊക്കെ ഉമ്മ കഴിച്ചിരുന്നു എന്ന് പറയും. നിങ്ങളുടെ വിലയാണത്. അത് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്കൊരു വില ഉണ്ടാവുന്നത് നിങ്ങൾ അവിടെ ആവശ്യമുണ്ടെന്നുള്ളതുകൊണ്ടാണ്, നിങ്ങൾ ഓർക്കപ്പെടുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മടി പിടിച്ച് എന്ത് ചെയ്യരുത്, നമ്മൾ തൊഴിൽ ചെയ്യാതിരിക്കരുത്. ആണായാലും പെണ്ണായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തൊഴിൽ നമ്മൾ ചെയ്യണം. തൊഴിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത്, ആവശ്യമില്ല എന്നത് തൊഴിൽ ചെയ്യാതിരിക്കാൻ ഒരു കാരണമല്ല. ആവശ്യമില്ലെങ്കിലും നമ്മൾ തൊഴിൽ ചെയ്യണം. ആണാണെങ്കിൽ പുറത്തു പോയാണ്ട് ജോലികൾ ചെയ്യണം, പെണ്ണാണെങ്കിൽ വീടിനുള്ളിലാണുകൊണ്ട് കഴിഞ്ഞ് ചെയ്യണം. നമ്മൾ മരിക്കുന്നത് വരെയും നമ്മൾ ഈ ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു അസ്തിത്വം അനുഭവപ്പെടുകയും മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ആവശ്യക്കാരനായി തീരുകയും ചെയ്യും. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശക്തമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിരതമായ ഒരവസ്ഥയെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്.